മഹാകുംഭമേളയെ വെറുക്കുന്നവർക്കും മഹാകുംഭമേളയ്ക്ക് പോയാൽ എന്ത് കിട്ടും എന്ന് പറയുന്നവർക്കും മഹാകുംഭമേളയുടെ ഗംഗാജലത്തിൽ മുങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ചൊറി വരും എന്ന് പറയുന്നവർക്കും ഗംഗയിൽ മുങ്ങാതെ തന്നെ ചൊറി വരാൻ പറ്റിയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ GDP എന്ന് പറയുന്നത് 3 ട്രില്യൺ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി എന്ന് പറയുന്നത് 3 ട്രില്യൺ എക്കണോമിയാണ്. അത് 5 ട്രില്യണിലേക്ക് 2028 അല്ലെങ്കിൽ 2030 എത്തിക്കണം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം എന്ന് പറയുന്നത്. ഈ 5 ട്രില്യണിലേക്ക് എത്തിക്കാൻ നടക്കാത്ത കാര്യമാണ്. ഇത് ഒരിക്കലും സാധിക്കില്ല എന്നാണ് നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന പല നേതാക്കളും പ്രതിപക്ഷവും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സാംസ്കാരിക നായകരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നരേന്ദ്രമോദിയെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ എന്തൊക്കെയാണോ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് അതെല്ലാം എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം വന്നു, അതിനുശേഷം അദ്ദേഹം അതിൽ തുടരില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തുടർന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോയപ്പോൾ ഗുജറാത്തിൽ മാത്രമേ അദ്ദേഹത്തിന് സ്വാധീനമുള്ളൂ, രാജ്യമെമ്പാടും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞു. അത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. രാജ്യത്തെ അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുത്തപ്പോൾ അദ്ദേഹം ഗ്ലോബലി അക്സെപ്റ്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ലോകത്തിലെ നമ്പർ 1 ലീഡറായി നരേന്ദ്രമോദി മാറി. അതിനുശേഷം ഇപ്പോൾ ഇവർ പറയുന്നത് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ, അതായത് ഇന്ത്യയുടെ എക്കണോമിയെ 5 ട്രില്യൺ എക്കണോമിയാക്കി മാറ്റാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്ന് അവർ പറയുന്നു. അവർ എതിർക്കുന്നിടത്തോളം കാലം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അതും നരേന്ദ്രമോദിയെ കൊണ്ട് കഴിയും എന്നുള്ളത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മഹാകുംഭമേള അവസാനിക്കുമ്പോൾ ഈ മാർച്ച് മാസത്തോടുകൂടി നമ്മുടെ എക്കണോമി 4 ട്രില്യണിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളതാണ്. 4 ട്രില്യൺ എക്കണോമിയായി ഇന്ത്യ വളരാൻ പോകുന്നു. ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. ഇത് മഹാകുംഭമേളയിൽ ആഭ്യന്തരമായുള്ള പണമൊഴുക്ക്, മഹാകുംഭമേള സംഘടിപ്പിച്ച വിധം, പോരാത്തതിന് 3 ലക്ഷം കോടിയാണ് മഹാകുംഭമേളയിൽ നിന്നുള്ള വരുമാനം എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. GDP ഇതേ തുടർന്ന് വളർച്ച കൈവരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. അതോടുകൂടി ടെമ്പിൾ എക്കണോമി, അതായത് രാജ്യത്തിന്റെ ആഭ്യന്തരമായിട്ട് പണമൊഴുക്കാനുള്ള ടെമ്പിൾ എക്കണോമിയെ അതിഭീകരമായി വികസിപ്പിക്കാനാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ നിർദ്ദേശം അംഗീകരിക്കുന്നുണ്ട്. പോരാത്തതിന് ടെമ്പിൾ എക്കണോമി വലിയൊരു ടൂറിസം മാർക്കറ്റാക്കി മാറ്റാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഇപ്പോൾ ഇന്ത്യക്കാരാണ് ഈ ടെമ്പിൾ എക്കണോമിയിൽ ഉൾപ്പെടുന്നതെങ്കിൽ ഇനി വിദേശത്തു നിന്നും ആൾക്കാർ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വരണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലവിലത്തെ പരിപാടി അല്ലെങ്കിൽ നിലവിലത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഇതും സാധ്യമാക്കാൻ ഒരുങ്ങുന്നതാണ്. ഇപ്പോൾ 3 ട്രില്യൺ എക്കണോമിയിൽ നിന്ന് കുംഭമേള നടന്നു കഴിഞ്ഞതോടുകൂടി മാർച്ച് മാസത്തോടുകൂടി 4 ട്രില്യൺ എക്കണോമിയിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കുതിക്കുന്നു എന്ന വലിയ റിപ്പോർട്ടാണ് കുംഭമേള ഹേറ്റേഴ്സിന് മുമ്പിൽ ഇപ്പോൾ പല മാധ്യമങ്ങളും വച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.